പരമ്പരാഗത സമരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും യുക്തികളും അപ്രസക്തമാക്കുന്നതായിരുന്നു ഈ വിദ്യാർത്ഥികൾ നടത്തിയ സമരം. പേരിൽ CJP എന്നൊരു പാർട്ടി ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതിലൊരു പാർട്ടി ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ കൺസെപ്റ്റിൽ പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി ഒരു സംഘടനയാണ്, ഒരു നേതാവ് ഉണ്ടാവും, അയാളുടെ കീഴിൽ കുറെ അണികൾ ഉണ്ടാവും, നേതാവ് കൃത്യമായി ദിശാബോധം നൽകും, അങ്ങനെ പ്രത്യയശാസ്ത്രപരമായ ദാർഢ്യം ഉണ്ടാവും. ഇതൊന്നും ഈ സമരത്തിന് ഉണ്ടായിരുന്നില്ല. ഈ സമരത്തെ പലരും കളിയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ കാരണം എന്താ, നമ്മൾ സാധാരണ കണ്ടുപോരുന്ന പരമ്പരാഗതമായ രാഷ്ട്രീയ പാർട്ടികളുടെ സാമൂഹ്യ ശക്തികളുടെ ഒക്കെ സമരം മേൽപ്പറഞ്ഞ രീതിയിലുള്ളതാണ്. അതിൽ നിന്നൊക്കെ മാറിയിട്ടാണ് ഈ കുട്ടികൾ സമരത്തിന് വന്നത്. അവരുടെ രീതികൾ എന്തുകൊണ്ട് പുതുമയായിരുന്നു? ഒന്ന്, അവർക്ക് ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല. അഭിജിത്ത് ബേക്ക് എന്നൊക്കെ പറയുന്നത് ഒരു തുടങ്ങി വെച്ച ഒരാൾ എന്നേ ഉള്ളൂ. അവർക്ക് ആരോടെങ്കിലും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് കിട്ടും കിട്ടില്ല എന്ന ഭയം ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു നേതാവിന് ഇതുകൊണ്ട് ഗുണം കിട്ടുമോ ദോഷം കിട്ടുമോ എന്നവർ ആലോചിച്ചിരുന്നേയില്ല. അവരുടെ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായിരുന്നു, ട്രൂത്ത്ഫുള്ളായിരുന്നു. ഇവിടെയാണ് ഞാൻ ഗാന്ധിജിയെ ഓർക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പലതരം സമരങ്ങൾ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ് തന്നെ ഇങ്ങനെ പല വഴിക്ക് തിരിഞ്ഞു പോകുന്ന തിലക്കിന്റെയും ഗോഖലെയുടെയും ഒക്കെ ഭഗത് സിംഗ് ഒക്കെ ഉള്ള വഴിയിലാണ് ഗാന്ധിജി വരുന്നത്. ഗാന്ധിജി ആ സമരത്തിനെ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില രീതികളിലേക്ക് കൊണ്ടുവരുന്നു. നിസ്സഹകരണ സമരം, നിരാഹാര സമരം, ഉപ്പ് സത്യാഗ്രഹം പോലെയുള്ള സമരങ്ങൾ വളരെ ഉറച്ച കാൽവെപ്പുകളോടെ, ഒരു പക്ഷേ പോപ്പുലിസ്റ്റ് എന്ന് പറയാവുന്ന ഒരു നടപടിയും ഗാന്ധി എടുത്തില്ല. അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ മതബോധം, അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയാകെ തന്നെ, അദ്ദേഹത്തിൻ്റെ വേഷം, ഇതൊക്കെ സമരത്തിന് ആയുധമാക്കിയ. ഇതൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതിനു മുമ്പ് നടന്ന സമരങ്ങളും സ്വാതന്ത്ര്യ സമരങ്ങളൊന്നും അങ്ങനെയായിരുന്നില്ല. ജനങ്ങളുടെ ഹൃദയവുമായി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായി ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരം ഗാന്ധിജിയുടെ വരവും അതിനു മുമ്പും പിമ്പും എന്ന രൂപത്തിൽ നമ്മൾ കാണുന്നത്. സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും മതേതരമായ ഒരു മുഖം കൊണ്ടുവരാൻ കഴിയും. അത് റാമും റഹീമും ഒന്നിച്ചു നിൽക്കാനും ഹിന്ദുവും മുസൽമാനും ഒന്നിച്ചു നിൽക്കാനും അവരെ ഒന്നിച്ചു നിർത്താനും കഴിയുന്ന രീതിയിൽ സമരത്തെ മുമ്പോട്ട് കൊണ്ടുപോയി. ബ്രിട്ടീഷുകാരാണ് ശത്രുക്കൾ, എതിരാളികൾ എന്നറിഞ്ഞിട്ട്, ശത്രുക്കൾ എന്ന് ഞാൻ പറയുന്നില്ല, എതിരാളികൾ എന്നറിയുമ്പോൾ ബ്രിട്ടീഷുകാരോട് ജയിക്കാൻ ഏത് തരത്തിലുള്ള സമരമാർഗം വേണം, ഏതൊക്കെ വിഷയത്തിൽ താൻ ഇടപെടണം, ഏതൊക്കെ വിഷയം മാറ്റിവെക്കണം എന്നൊക്കെ ഗാന്ധിജിക്ക് വളരെ കൃത്യമായിരുന്നു. അതുകൊണ്ടാണ് നെഹ്റുവായിട്ടും അംബേദ്കറായിട്ടും ഒക്കെയുള്ള തർക്കങ്ങൾ ഗാന്ധിജി മാറ്റിവെച്ചത്. കാരണം അതൊക്കെ സ്വാതന്ത്ര്യ സമരത്തെ വിഭജിക്കുന്നതാണ്. അത് തന്നെയാണ് ഇവിടെയും കണ്ടത്. ഇതുവരെ കാണാത്ത ഒരു സമരരൂപം. രാഷ്ട്രീയ കക്ഷികൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ചെയ്യേണ്ടി വന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളാണ് മുമ്പിൽ, ഞങ്ങളുടെ കൊടിയാണ് വലുത്, നിങ്ങളുടെ കൊടിയാണ് വലുത്, ഞങ്ങളുടെ നേതാവാണ് വലുത്, ഞങ്ങളുടെ MP വന്നു, നിങ്ങളുടെ MLA വന്നുള്ളൂ, നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റേ വന്നുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ 7-ാം തീയതി രാവിലെ വന്നു, ഞങ്ങൾ 7-ാം തീയതി നിങ്ങൾ ഉച്ചയ്ക്കാ വന്നത്. ഇത്തരത്തിലുള്ള മൂപ്പിളമ തർക്കങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. കാരണം അവർക്ക് കാണിക്കുന്നത് ഞങ്ങളുടെ സമരമാണ്. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇവരുടെ സമരമെന്ന് കാണിക്കണമെന്നില്ല. ഇവർ വച്ച ഡിമാൻഡുകൾ വളരെ കൃത്യമാണ്. ഒന്നാമത്തെ ഡിമാൻഡ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ്. എന്തുകൊണ്ടാണ് ഡിമാൻഡ് വെച്ചത്? ധർമ്മേന്ദ്ര പ്രധാൻ BJP കാരനായത് കൊണ്ടല്ല രാജിവെക്കണം എന്ന് പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ മോഡിയുടെ മന്ത്രിസഭയിലെ മന്ത്രിയായതുകൊണ്ടല്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിരവധി രൂപത്തിൽ വിദ്യാർത്ഥികൾ വഞ്ചിക്കപ്പെടുന്നു. അത് നീറ്റായാലും നെറ്റായാലും +2 ആയാലും ഒക്കെ ഇത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല. മുട്ടു ന്യായങ്ങൾ പറഞ്ഞ് ഇവരൊക്കെ രക്ഷിക്കുന്നു. ഇതിനൊക്കെ കാരണക്കാരനാവുന്നത് അവിടെ എക്സിക്യൂട്ടീവിൽ ഏറ്റവും ഉന്നത സ്ഥാനം വഹിക്കുന്ന മന്ത്രിയാണ്. മന്ത്രി ഇതിനോട് പ്രതികരിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് കൃത്യമായ ഒരാവശ്യം അവർ മുമ്പോട്ട് വെച്ചു. രണ്ടാമത്തെ ആവശ്യം, ഇതിൽ കൊല്ലപ്പെട്ട ആളുകൾ, ആത്മഹത്യ ചെയ്ത 16 or 20 ഒക്കെ സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം, അവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം. മൂന്നാമതാണ് NTA എന്ന് പറയുന്ന സംവിധാനത്തിനെതിരായിട്ടുള്ള അതിൻ്റെ അഴിച്ചുപണി, മറ്റു കാര്യങ്ങളൊക്കെ, കുറ്റക്കാരെ ശിക്ഷിക്കാൻ വേണ്ട നിയമം വേണം, ഇതൊക്കെ വേണം. ഈ ആവശ്യം അവർ മുമ്പോട്ട് വയ്ക്കുന്നു.
അവരുടെ സമരത്തിന് വലിയ പിന്തുണ കിട്ടുന്നു. ഉടനെ രാഷ്ട്രീയ കക്ഷികളും സാമൂഹ്യ പ്രവർത്തകരും അതിൽ ഓടിക്കൂടുന്നു. നല്ല കാര്യം. അവരുടെ സമരത്തെ ആര് പിന്താങ്ങാൻ വന്നാലും അവർ സന്തോഷത്തോടെ സ്വീകരിക്കും. ഈ വന്നാൾ ഇന്നലെ എന്ത് ചെയ്തു എന്നോ നാളെ എന്ത് ചെയ്യുമോ എന്നുള്ള ഉത്തരവാദിത്വമൊന്നും CJPക്കോ സമരക്കാർക്കോ ഇല്ല. അത് സോനം വാങ്ചുക് വന്നു. സോനം വാങ്ചുക് നിരാഹാരം ഇരിക്കാൻ തീരുമാനിച്ചു. സമരത്തിന് വലിയ മാനങ്ങൾ കിട്ടി. സമരത്തിന് ഗുണകരമായിരുന്നു. അതുകൊണ്ട് അവർ സോനം വാങ്ചുക്കിനെ അവരിരുത്തി. നാളെ സോനം വാങ്ചുക്കല്ല ആര് വന്നാലും, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നാലും സമരത്തിലേക്ക് വന്നാലും അവർ സമരത്തിന് പിടിച്ചിരുത്തും. നരേന്ദ്രമോദി RSS ആണെന്നോ സംഘപരിവാറിന്റെ ആളാണെന്നോ ഒന്നും അവർ പറയാൻ പോയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി അവരുടെ ആവശ്യങ്ങൾ നേടുക എന്നതാണ്. അതുകൊണ്ടാണ് ഇടത് സംഘടനകൾ, ഐസ പോലെയുള്ള സംഘടനകൾ, പിന്നീട് SFI, ASF, മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ സമരത്തിനെ സഹായിക്കാൻ വന്നു. നല്ലത്, വരൂ, ഇരിക്കൂ, ഞങ്ങളെ കൂടെ കൂടൂ എന്നവർ പറഞ്ഞു. പക്ഷേ ഇവരാരും അവരുടെ അജണ്ടയിൽ തൊടാൻ അവർ സമ്മതിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ എൻട്രി ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ളൊരു എൻട്രിയാണ്. സമരത്തെ വലിയ തോതിൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചു. അത് അതിന് സഹായകമായി, ഇല്ല എന്നൊന്നും പറയുന്നില്ല, വളരെ നല്ല സഹായകമായി. രാഹുൽ ഗാന്ധി വളരെ ശ്രദ്ധയോടെ സമരത്തിൽ ഇടപെട്ടത്. അദ്ദേഹം ഈ കുട്ടികളോട് പോയി സംസാരിക്കാനല്ല പോയത്. അത് വളരെ ശരിയാണ്. കാരണം കുട്ടികളോടൊന്നും ഇവരൊന്നും സംസാരിക്കണ്ട. കുട്ടികൾ അവരുടെ അജണ്ട തീരുമാനിച്ച് അവരുടെ സമരവുമായി മുമ്പോട്ട് പോകുന്നു. അവരൊരു യുദ്ധമുഖത്താണ്. ആ യുദ്ധമുഖത്ത് നിൽക്കുന്ന അവരെ എങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ സഹായിക്കേണ്ടത്? അതിന് മുമ്പിൽ പോയി സിന്ദാബാദ് വിളിച്ചിട്ടല്ല, അതൊക്കെ അവർ വിളിച്ചോളും. മറിച്ച് അവരുടെ മണ്ഡലമുണ്ട്. എന്താ രാഷ്ട്രീയ പാർട്ടികളുടെ മണ്ഡലം? ഒന്ന് പാർലമെന്റാണ്. പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ പാർലമെന്റിൽ ഇതൊരു വലിയ വിഷയമാക്കുക, ഗവൺമെന്റിനെ ഡിഫെൻസീവ് ആക്കുക ഒരു വശം. പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല. ചെയ്യാം എന്ന് പറയല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഞങ്ങൾ പ്രധാനമന്ത്രിയെ കാണാൻ ചെല്ലുന്നു എന്ന നിർണായകമായ സർജിക്കൽ സ്ട്രൈക്ക് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് MP-മാർ, നേതാക്കന്മാർ, 2 മുഖ്യമന്ത്രിമാരടക്കം ചെല്ലുന്നു. അത് നല്ല അടിയായിരുന്നു. അവരെ അവിടെ വെച്ച് ആക്രമിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് എതിരെ ആക്രമണം വരുന്നു. അവരെ പിടിച്ച് തടവിലിടുന്നു. സോണിയാഗാന്ധി കാണാൻ ചെല്ലുന്നു. രാജ്യവ്യാപകമായി കോൺഗ്രസ്സുകാരും ഇന്ത്യ മുന്നണിക്കാരും ഈ സമരത്തിന് പിന്തുണയ്ക്കുന്നു. അതിനിടയ്ക്ക് ഇന്ത്യ മുന്നണിയിൽ തന്നെ ഇടതുപഴവും അവരൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അത് തീർത്ത് ഗാന്ധി സന്ദർശനത്തിന്, ഗാന്ധി പ്രതിമ ആദരിക്കാൻ, അല്ലെങ്കിൽ അവിടെ പോയി പുഷ്പചക്രം അർപ്പിക്കാൻ ഇന്ത്യ മുന്നണിക്കാർ ഒന്നിച്ചു പോകുന്നു. DMK അടക്കമുള്ളവർക്ക് അവിടെ വരേണ്ടി വരുന്നു. ഇത് സമരത്തെ സഹായിച്ചിട്ടുണ്ട്. വളരെ താങ്ക്സ് എന്ന് CJP പറയുകയും ചെയ്യും. പക്ഷേ അവർ മുന്നോട്ട് വെച്ച ഡിമാൻഡിൽ ഒരു ഇഞ്ച് പുറകോട്ട് പോകാൻ അവർ തയ്യാറാണ്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ സമരം അങ്ങനെയല്ല. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ സമരം തുടങ്ങിയാൽ ആ ഡിമാൻഡൊക്കെ അവർ കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോകും. കുറച്ച് കഴിഞ്ഞാൽ വേറെ ചില ഡിമാൻഡാവും. ഇവിടെ അങ്ങനെയില്ല. മിനിയാന്ന് വളരെ കൃത്യമായി CJP ഒരു അന്ത്യശാസനം കൂടി കൊടുത്തു. അതെന്താ? ഇനിയും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ സമരം മോഡിക്ക് നേരെയാക്കും. രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി രാജിവെക്കണമെന്നായിരിക്കും ഞങ്ങളുടെ ഡിമാൻഡ്. യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ സർക്കാർ ഭയന്നു. അവരടിച്ചമർത്താൻ പരമാവധി നോക്കിയല്ലോ. നമ്മുടെ രാഷ്ട്രീയ കക്ഷികളാണെങ്കിൽ അതൊക്കെ TV-യിൽ കാണിച്ച് അയ്യോ ഞങ്ങളുടെ കൈ പൊട്ടിയ കാല് പൊട്ടിയ എന്നൊക്കെ പറഞ്ഞു വരും. അതല്ല ചെയ്തത്. അവരാ സമരത്തിൽ എടുത്ത സമീപനം നോക്കൂ. വളരെ രസമായ സമീപനമായിരുന്നു. ഞാൻ 2-3 വിഷ്വലുകൾ കണ്ടു. ഒന്ന്, അവരെ പോലീസുകാരടിക്കാൻ വരുമ്പോൾ നമുക്ക് ചിരി വരും. കാരണം നമ്മൾ കണ്ടിട്ടുള്ള സമരരീതിയല്ല. അവരിൽ നിന്ന് ജനഗണമന പാടുകയാണ്. ദേശീയഗാനം പാടിയാൽ പിന്നെ പോലീസുകാരെന്താ ചെയ്യണ്ടേ? പോലീസുകാരടിക്കൂ. അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പോലീസുകാർ അറ്റൻഷനായി നിൽക്കും. അത് കഴിഞ്ഞ് ഈ വാട്ടർ ക്യാനോൻ വന്നു. അപ്പോൾ കുട്ടികൾ പറഞ്ഞു നമുക്കൊരു കാര്യം, നമുക്ക് DJ കളിച്ചാലോ. അവർ കുട്ടികളാണ്, അവർക്ക് ഡാൻസ് ചെയ്യാനാണ് ഇഷ്ടം. അവർ വെള്ളത്തിൽ ഡാൻസ് ചെയ്തു. ഞാൻ ബീഹാറിൽ നിന്നൊരു വീഡിയോ ഉണ്ട്, വളരെ രസമാണ്. കുട്ടികൾ പോലീസിനോട് ചോദിക്കുന്നു, ഹലോ നിങ്ങളെന്താ വാട്ടർ ക്യാനോൻ കൊണ്ടുവരാത്തെ, നിങ്ങളെന്താ അത് കൊണ്ടുവരാത്തെ, നിങ്ങളെന്താ ഇത് കൊണ്ടുവരാത്തെ? ഇങ്ങനെ പോലീസ്, നിങ്ങൾക്കൊരു സംവിധാനം ഇല്ലേ ഇവിടെ എന്ന് ചോദിക്കണം അവരോട്. നിങ്ങളുടെ എന്താ പെല്ലറ്റ് ഇല്ലേ, നിങ്ങളുടെ എന്താ മറ്റേ ടിയർ ഗ്യാസ് ഇല്ലേ എന്ന് കുട്ടികൾ പോലീസിനോട് ചോദിക്കുന്ന. ഏത് രാഷ്ട്രീയ പാർട്ടിക്കുണ്ട് ഇങ്ങനെ ചെയ്യാൻ ധൈര്യം? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമേജ് പ്രശ്നമാണ്. ഇവർക്കൊരു ഇമേജ് പ്രശ്നമല്ല. ഇവരുടെ ഇമേജ് ഒന്നും വിഷയമല്ല. അവരും അവരുടെ രക്ഷിതാക്കളൊക്കെ കൂടിയാണ് വന്നേക്കണേ. കാരണം അവരുടെ ലക്ഷ്യം കൃത്യമാണ്, പോയിന്റഡ് ആണ്.
അങ്ങനെ ഇതാണ് ഗാന്ധിയൻ സമരം എന്ന് ഞാൻ പറഞ്ഞു. ഗാന്ധി അങ്ങനെയായിരുന്നു. ഗാന്ധി സമരത്തിന്റെ ഫലമായി ഗാന്ധിയുടെ പേര് നന്നാവുമോ ചീത്തയാവുമോ എന്ന് ഗാന്ധി ഭയപ്പെട്ടിരുന്നതേയില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്ന് അവസാനത്തെ ആളായാലും ഞാൻ വിശ്വസിക്കുമെന്ന്. അതിന് ജനത്തിന് പിന്തുണ കിട്ടുമോ? അവിടെ കൂടിയ ജനത്തിന്റെ എണ്ണമൊക്കെ നോക്കി ഇവിടെ ചില ആള്, അയ്യോ ഇന്നലെ വന്ന എത്ര ആൾ ഇന്നില്ലല്ലോ, ഇന്ന് വന്ന ആൾ നാളെ ഇല്ലല്ലോ, അതൊന്നും അവരുടെ വിഷയമല്ല, പറഞ്ഞവര് വന്നാൽ മതി. ഇവരാരും മുൻകാലം സമരം ചെയ്ത് ഏതെങ്കിലും ജയിലിൽ കിടന്നിട്ടുള്ളവരൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല, ഗവൺമെന്റ് എന്തെല്ലാം അവർക്കെതിരെ പറഞ്ഞു, രാജ്യദ്രോഹികളാണ്, അമേരിക്കയിൽ നിന്ന് പണം കിട്ടുന്നു, ചൈനയിൽ നിന്ന് പണം കിട്ടുന്നു, പാകിസ്ഥാനിൽ നിന്ന് പണം വരുന്നു, എന്തൊക്കെ പറഞ്ഞു. അതൊന്നും അവർക്കൊരു വിഷയമല്ല. കാരണം അവർക്കൊന്നും കിട്ടുന്നില്ല, അവർക്ക് അതിന്റെ ആവശ്യമില്ല. അവർ സ്വന്തം തന്നെ ഭക്ഷണം കൊണ്ടുവരുന്നു, നാട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവർ പോകുന്നു. ഇങ്ങനൊരു സമരരംഗം നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനൊരു സമരരംഗം ഉണ്ടാവൂല. മഴ പെയ്താലും വെയിൽ വന്നാലും അവർ പരസ്പരം വീശി ആശ്വസിപ്പിക്കുന്നു. കർഷക സമരം കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതിനേക്കാൾ മിലിറ്റന്റ് ആയിരുന്നു. ഇതിന് മിലിറ്റന്റ് ആണെന്ന് പറയാൻ പറ്റില്ല, മിലിറ്റന്റ് ആവേണ്ട കാര്യമില്ല. അവർ മിലിറ്റന്റ് ആവുന്നത് അവരുടെ ആശയത്തിലാണ്. അതുകൊണ്ടാണ് സോനം വാങ്ചുക് പരാജയപ്പെട്ടത്. സോനം വാങ്ചുക്ക് വന്നതോടുകൂടി സമരത്തിന് ഡയമെൻഷൻ മാറി. ഞാൻ നേരത്തെ പറഞ്ഞ സപ്പോർട്ട് കിട്ടി. പക്ഷേ സോനം വാങ്ചുക്കിന്റെ അജണ്ടയല്ല ഇവർ മുന്നോട്ട് വെച്ച അജണ്ട. സോനം വാങ്ചുക്ക് കുറേ ദിവസം 20-21 ദിവസം നിരാഹാരം കിടന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പ്രൊട്ടസ്റ്റ് ഉണ്ടായി. മുഖം മറച്ചാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അതൊക്കെ വളരെ വൃത്തികേടായിരുന്നു. അതൊക്കെ സമരത്തിന് ഗുണം ചെയ്തു. ജനങ്ങളുടെ പിന്തുണ സമരത്തിന് കൂടുതൽ വന്നു. പക്ഷേ സോനം വാങ്ചുക്ക് അവിടെ പോയിട്ട് പിന്നെ ചെയ്ത കാര്യം എന്താ? കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാം, അന്വേഷിക്കാം, കേസുകൾ പിൻവലിക്കാം, നഷ്ടപരിഹാരം കൊടുക്കാം. ഇങ്ങനെ ചില നിങ്ങൾ പറഞ്ഞ ഏതാണ്ട് എല്ലാ കാര്യവും അംഗീകരിച്ചില്ല. ഏതാണ്ട് എല്ലാ കാര്യവും എല്ലാവരും പറഞ്ഞത് ഒരു 1, 2, 3 1 ഇല്ലാതെ പിന്നെ 2, 3 ഉണ്ടായിട്ട് എന്താ കാര്യം? 1 എന്താ? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സോനം വാങ്ചുക് തയ്യാറായി. ഞാൻ അദ്ദേഹത്തെ കുറ്റമൊന്നും പറയില്ല. അദ്ദേഹം എന്നല്ല, ഇന്ത്യയിൽ നിലവിലുള്ള ഒരു നേതാവിനും, അതിൽ ഏറ്റവും അടുത്തെത്തിയത് രാഹുൽ ഗാന്ധിയാണെന്ന് ഞാൻ പറയും, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഈ സമരം മനസ്സിലാവില്ല. ഇതിനെ വഞ്ചിക്കാൻ നോക്കിയിട്ടും കാര്യമില്ല. പിന്നെ അവരങ്ങനെ വഞ്ചിതരാവുന്ന ആളുകളിൽ അവരിവരെ വിശ്വസിച്ചിട്ടുള്ള സമരം തുടങ്ങിയത്. നിങ്ങളെ കണ്ട് സമരം തുടങ്ങിയതല്ലല്ലോ അവർ. വാങ്ചുക്കിനെ കണ്ടോ, രാഹുൽ ഗാന്ധിയെ കണ്ടോ, അല്ലെങ്കിൽ ഇവരൊന്നും കണ്ടല്ലോ സമരം തുടങ്ങിയത്. എന്തേ ഇവര് ഇങ്ങനെ വന്നത്? അപ്പോ ചുരുക്കത്തിൽ ഈ സമരം വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്നറിയുന്നത്. വളരെ നിർണായകമാണ്. ഇത് ഒരു മഹത്തായ സമരത്തിന്റെ ഒരു ഓർമ്മയാണ്. ഈ സമരം ഏത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ പിന്നിലാണ് നടന്നതെന്നൊന്നും ചോദിക്കുന്നതിൽ കഥയില്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റി എന്ന അവരുടെ വാദം വിജയിച്ചിരിക്കുന്നു. അക്കൗണ്ടബിൾ ആക്കിയിരിക്കുന്നു ധർമ്മേന്ദ്ര പ്രധാൻ.